ശുദ്ധിയാക്കാൻ വെള്ളം വേണം എന്ന് പറഞ്ഞു. ആ വെള്ളത്തിന് അസ്ല് തൊഹൂറാണ്. അൽമാഉ തൊഹൂറൻ, അസ്ല് വെള്ളമൊക്കെ ശുദ്ധമായ വെള്ളം. പ്രകൃതിയിലുള്ള അസ്ലിയായ വെള്ളങ്ങളൊക്കെ തൊഹൂറായ വെള്ളമാണ്. മഴവെള്ളമാകട്ടെ, കിണർ വെള്ളമാകട്ടെ, കടൽ വെള്ളമാകട്ടെ, പ്രകൃതിയിൽ അടിസ്ഥാനമായി ഉള്ള വെള്ളമൊക്കെ തൊഹൂറായിട്ടാണ് കണക്കാക്കപ്പെടുക. അത് ഹദീസിൽ വന്നു. അൽമാഉ തൊഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈഉൻ എന്ന ഹദീസിൽ പ്രയോഗം കാണാൻ പറ്റും. എന്നാൽ ആ വെള്ളത്തിന് മാറ്റം വരുന്നതാണ് പിന്നെ തൊഹൂരിയത്ത് ഇല്ലാതാകുന്നത്. ആ വെള്ളത്തിന് എന്തെങ്കിലും കാരണത്താൽ മാറ്റം വരുത്തുക, ചൂടാക്കിയിട്ടോ തിളപ്പിച്ചിട്ടോ അതിൽ ചേർത്തിട്ടോ അത് വല്ലതുമൊക്കെ മറ്റു അവസ്ഥാ മാറ്റം വരുത്തിയിട്ടോ ഒക്കെയായി മാറ്റം വരും. ചായ ഉണ്ടാക്കി, വെള്ളം കഞ്ഞി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുന്നു. അപ്പം ഏതൊക്കെ അവസ്ഥയിൽ അതിന് തൊഹൂരിയത്ത് ഇല്ലാതാകും എന്നതാണ് നമ്മൾ ഇതുവരെ ചർച്ച നടത്തിയത്. ഇനി അതിൻ്റെ മറ്റൊരു വശമാണ്, വെള്ളം ധാരാളമുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഹുക്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പൊതുവെ വെള്ളത്തിൻ്റെ ഈ ശുദ്ധിയുമായി ബന്ധപ്പെട്ട്, തൊഹൂരിയത്തുമായി ബന്ധപ്പെട്ട് 3 നിലപാടിലാണ് പ്രധാനമായും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉള്ളത്. ഒന്ന് കുറഞ്ഞ വെള്ളം, 2 കൂടിയ വെള്ളം. ഇപ്പം കുറഞ്ഞ വെള്ളം എന്ന് ഫിഖഹിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്നാണ്. അല്ല, കുറഞ്ഞ വെള്ളം എന്നൊരു ഗ്ലാസ്സിലെ വെള്ളം എന്നുള്ളതല്ല. നമ്മൾ കുറഞ്ഞ വെള്ളം കൂടുതൽ വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹദ്ദ് എവിടെ, എപ്പോഴാണ് കൂടുതൽ എന്ന് പറയുക? അത് ഫിഖഹിൽ പൊതുവെ നിശ്ചയിക്കപ്പെട്ട, ഹദീസിന്റെ വെളിച്ചത്തിൽ നിശ്ചയിക്കപ്പെട്ട ഒരു അതിരി എന്നത് 2 കുല്ലത്ത്. അത് വരുന്നുണ്ട്, ശേഷം വരും. 2 കുല്ലത്ത് എത്രയാണ്? അപ്പം ഈ 2 കുല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് കസീറായ വെള്ളമായി. 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ കലീലായ വെള്ളം എന്നാണ്. അപ്പം കുറഞ്ഞ വെള്ളം എന്ന് ഫിഖഹിന്റെ കിതാബ് ഉപയോഗിച്ചാൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് 2 കുല്ലത്തിൽ താഴെയുള്ള, അഥവാ 1.25 മുഴം നീളവും 1.25 മുഴം വീതിയും 1.25 മുഴം ആഴവുമുള്ള ഒരു പാത്രം, അതിൽ കൊള്ളുന്ന വെള്ളം. അതാണ് 2 കുല്ലത്തിൽ. സാധാരണ ഒരു 200 ലിറ്റർ, ഏകദേശം 190 ലിറ്ററൊക്കെയാണ് സാധാരണ 2 കുല്ലത്ത് എന്ന് കണക്കാക്കപ്പെടും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, ഗ്രാമം ലിറ്ററൊക്കെ മാറുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. നബിയുടെ കാലത്ത് ഉപയോഗിച്ച അളവ് പാത്രം, അതിൻ്റെ തോതത്ര, അതൊക്കെ ഒരുപാട് ചർച്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് 190 ലിറ്റർ അല്ലെങ്കിൽ 185 ലിറ്റർ, 195 ലിറ്റർ ഒക്കെയാണ് അതിൻ്റെ ഒരു അളവ്. 200 ലിറ്ററിൽ ഏതാണ്ട് താഴെയുള്ള വെള്ളം, അതാണ് 2 കുല്ലത്ത്. അത് നമ്മൾ പണ്ട് മദ്രസയൊക്കെ പഠിക്കുന്നത് 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രം. 1.25 മുഴം, ഒരു 1.25 മുഴം ആഴമുള്ള പാത്രം, അത്ര തന്നെ നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുമോ അതിനാണ് 2 കുല്ലത്ത് എന്ന് പറയുക. അപ്പം 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ അതാണ് അൽമാ ഉൽ ഖലീൽ, കുറച്ചുള്ള വെള്ളം. 2 കുല്ലത്തിൽ കൂടുതലാണെങ്കിലാണ് അൽമാ ഉൽ കസീർ, ധാരാളമുള്ള വെള്ളം. അപ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറഞ്ഞ വെള്ളത്തെയും കൂടുതൽ വെള്ളത്തിനെയും അതിൻ്റെ അവസ്ഥ മാറ്റം വരുന്ന വിഷയത്തിൽ 2ആക്കി തിരിച്ചിട്ടുണ്ട്. അതായത് കുറഞ്ഞ വെള്ളമാണെങ്കിൽ അതിലേക്ക് നജസ് ചേർന്നാൽ തന്നെ നജസായി, അതിന് ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിലും. ഒരു അര ബക്കറ്റ് വെള്ളമുണ്ട്, അതിലേക്ക് ഒരു തുള്ളി മൂത്രമുറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുള്ളി രക്തമുറ്റി, അങ്ങനെ എന്തെങ്കിലും സംഗതി അതിലേക്ക് വീണു, നജസായ വസ്തു, അതിന് ഒരു മാറ്റമില്ല. നമ്മൾ കുടിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമില്ല, നിറം മാറ്റമില്ല, അതിൻ്റെ മണം മാറ്റമില്ല, ഒന്നും മാറ്റില്ല. 3 അവസ്ഥകളത്തിന് പരിഗണിക്കുക. മാറ്റം വരുന്നിടത്ത് ഒന്ന് നിറം, രുചി, വാസന, ഈ 3 പരിഗണിക്കുക. അപ്പോൾ ആ 3ലും മാറ്റമില്ല, എന്നാലും ആ വെള്ളം നജസായിട്ട് കണക്കാക്കും എന്നാണ് ഫിഖഹിലെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഷാഫി മദ്ഹബിലും അങ്ങനെ തന്നെയാണ്, ഹംബലി മദ്ഹബിലും ഇതാണ് അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ. പിൽക്കാലക്കായ ചിലരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളവരൊക്കെ ആ വേർതിരിവിനെ അവർ അത്ര കാര്യമായി പരിഗണിച്ചിട്ടില്ല. എന്നാൽ അളവ് എന്നതിനേക്കാളേറെ അവസ്ഥയ്ക്ക് മാറ്റം വരിക എന്നതാണ് പ്രധാനം എന്നാണ് ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലൊക്കെ എടുത്തു പറയുന്നത്. ആ ഒരു അഭിപ്രായമാണ്. അതിന് ഒരു അളവ് എന്നതിനേക്കാളേറെ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ അശുദ്ധമായി ഇല്ലെങ്കിൽ അശുദ്ധമാവില്ല എന്ന അഭിപ്രായമാണ് അവരൊക്കെ പറഞ്ഞു കാണുന്നത്. അപ്പം 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ അതിലേക്ക് ഒരു നജസ് വന്ന് ചേർന്നാൽ തന്നെ ആ വെള്ളം നജസായി മാറി, പിന്നെ അത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാവുന്നതല്ല. 2 കുലത്തിൽ കൂടുതലാണെങ്കിൽ നജസ് ചേർന്നുകൊണ്ട് മാത്രം അശുദ്ധമാവുകയില്ല, നജസ് ചേരുകയും ആ വെള്ളത്തിൻ്റെ സിഫത്തുകളിൽ ഒന്നോ എല്ലാമോ മാറ്റം വരികയും ചെയ്താലേ നജസാവുള്ളൂ. ഒന്നുകിൽ അതിൻ്റെ മണം മാറി, വേറൊന്നുമില്ല, നിറം മാറ്റമില്ല, രുചി മാറ്റമില്ല, പക്ഷെ അതിന് സ്മെല്ലിന് മാറ്റം വന്നു നജസ് വീണപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറി, അതല്ലെങ്കിൽ അതിൻ്റെ നിറം മാറി എങ്കിലൊക്കെ അത് നജസായിട്ട്
കണക്കാക്കാം. ഇനി ആ നജസിൽ തന്നെ മനുഷ്യൻ്റെ കാഷ്ടവും മൂത്രവും അല്ലാത്ത നജസുകളും തമ്മിൽ വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ. മനുഷ്യൻ്റെ കാഷ്ടവും മൂത്രമാകുമ്പോൾ കുറച്ചും കൂടി അത് നജസയ്യത്ത് എന്നത് കുറച്ചും കൂടി ഗൗരവമായതാണ്. അതുകൊണ്ട് അത് മറ്റുള്ള നജസിനെ പോലെ കാണാവുന്നതല്ല. എന്നാൽ ഒരു മൃഗത്തിൻ്റെ കാഷ്ടം അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു രക്തം അതൊക്കെ വെള്ളത്തിലേക്ക് വീഴുന്നതും മൂത്രമോ കാഷ്ടമോ വെള്ളത്തിലേക്ക് ആകുന്നതും അത് രണ്ടും രണ്ടായി ഫുഖഹാക്കൾ കണ്ടിരിക്കുന്നു. അതാണ് പൊതുവെ പൂർവികന്മാരായ മുൻകാലക്കാരായ ഫിഖ്ഹി പണ്ഡിതന്മാരുടെ ശൈലികൾ പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. അതാണ് ഇവിടെ ഇപ്പം മുസന്നിഫ് പറയുന്നത് വഇൻ ബലഗ കുല്ലതൈനി വഹുവൽ കസീർ. വഇൻ ബലഗ ഇനി വെള്ളം എത്തിയാൽ കുല്ലതൈനി രണ്ട് കുല്ലത്തിലേക്ക് എത്തിയാൽ, രണ്ട് കുല്ലത്ത് എത്തിയാൽ. കുല്ലത്ത് അതൊരു അറബി വാക്കാണ്, രണ്ട് കൊല്ലം എന്നല്ല, കുല്ലത്ത് ഒരു അറബി പദം ഹദീസിൽ വന്ന വാക്കാണ് കുല്ലത്ത്. അപ്പം അന്നത്തെ ഒരു അളവാണത്, നബിയുടെ കാലത്തുള്ള ഒരു അളവാണ് കുല്ലത്ത് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ നമ്മൾ ഗ്രാമിലേക്ക് ലിറ്ററിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഏതാണ്ട് 200 ലിറ്ററിൽ താഴെയുള്ള ഒരു അളവാണ് അതുണ്ടാവുക. അപ്പം അന്ന് ആ ഒരു അളവുള്ള വെള്ളത്തിന് സാധാരണ കുല്ലത്ത്, കിറബ്, റിത്തുല് എന്നൊക്കെയാണ് അന്ന് ഉപയോഗിക്കുന്നത്. അന്ന് റാത്തൽ, അന്നത്തെ ഒരു അളവാണ് റാത്തൽ. അപ്പം റാത്തൽ തന്നെ വ്യത്യസ്ത നാട്ടിൽ വ്യത്യസ്ത റാത്തലാണത്. ഇറാഖിയായ റാത്തൽ, ഈജിപ്ഷ്യൻ റാത്തൽ, മദീനയിലെ റാത്തൽ, ഓരോ നാടിൻ്റെ റാത്തലുകൾ അന്നത്തെ കാലത്ത് വ്യത്യാസം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പിന്നെ കോല്, അതേപോലെ പിന്നെ ഈ തൂക്കം കണക്കാക്കുക, അതൊക്കെ കിലോഗ്രാമിന് വരുന്ന മുമ്പ്. ഇപ്പോഴാണ് ഗ്രാമവും കിലോയൊക്കെ വന്നത്. അതിന് മുമ്പ് അതില്ലല്ലോ. മുമ്പൊക്കെ പറ അല്ലെങ്കിൽ ചേറ് എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ നാട്ടിലും ഓരോ കാലത്ത് ഓരോരോ അളവാണ്. അപ്പം മുത്ത് സ്വാഴ് അത് അന്നത്തെ ഒരു അളവാണ്. മുത്ത് സ്വാഴൊക്കെ ഇന്നിപ്പോൾ പൊതുവെ മുത്തും സ്വാഴൊന്നും അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നില്ല. എന്ന പോലെ ഈ അളക്കുന്ന അളവിന് അവർ പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഒന്ന് റാത്തൽ, റിത്തുല്, റിത്തുലിൻ ഇറാഖി. ഇപ്പം ഫിഖ്ഹിൻ്റെ കിതാബിലേക്ക് അധികം അങ്ങനെ കാണാം. റിത്തുലിൻ ഇറാഖി, റിത്തുലിൻ മിസ്രി, റിത്തുലിൻ ഷാമി എന്നൊക്കെ കാണാൻ പറ്റും. സിറിയൻ റാത്തല്, ഇറാഖി റാത്തല്. അത് ഈ കിതാബിൽ പണ്ഡിതൻ ഏത് നാട്ടുകാരനാണോ സ്വാഭാവികമായിട്ട് ആ നാട്ടിലെ അളവ് അവരോട് പറയും. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ നാട്ടിലെ അളവ് വയ്ക്കും പറയാം. ഓരോ നാട്ടിൽ പണ്ഡിതന്മാർ എഴുതുമ്പോൾ ഓരോ നാട്ടിലത്തെ പ്രയോഗമാണ് പ്രയോഗിക്കുക. അതുകൊണ്ടാണ് കുല്ലത്ത് എന്ന പ്രയോഗം പൊതുവെ കിതാബിലൊക്കെ വന്നത്. അന്നത്തെ ഒരു അളവ് ഭാഗമാണ് കുല്ലത്ത് എന്നുള്ളത്. ഇപ്പോൾ ഒരു കുല്ലത്ത്, കുല്ലത്തൈനി രണ്ട് കുല്ലത്ത്, അതാണ് വഇൻ ബലഗ കുല്ലത്തൈനി രണ്ട് കുല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ വഹുവൽ കസീർ. കണ്ടോ, അതാണ് കസീർ. അതിനെടുക്ക് പറഞ്ഞാണ് വഇൻ ബലഗ കുല്ലത്തൈനി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വഹുമാ എന്നാണ് വേണ്ടത്. അതിനിടയിൽ ഒരു എക്സ്ട്രാ ഒരു ജുംലത്തും മുഴുത്തലില എന്ന് പറയാം അറബിയിൽ. ഒരു വിഷയം പറഞ്ഞു പോകുന്ന ഇടയിൽ ഇടയിൽ കയറി പറയാം. അത് ശരിക്കും മുഴുത്തലിലായ ജുംല എന്ന് പറഞ്ഞത്. ഒരു സംഗതി പറയുന്നു, ആ പറയുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട എന്നാൽ നയിക്കുന്ന ഈ മസല അല്ലാത്ത ഒരു കാര്യം ഇടയിൽ പറയുന്നതിനാണ് ജുംലത്തും മുഴുത്തലില. നമ്മൾ പറയില്ല ഈ പിന്നെ എന്താ പറയുക ഇടയിൽ കയറി പറയാനാണ്. അത് ശരിക്കും മുഴുത്തലിലാകാറുള്ളത്. അപ്പം ഇവിടെ ശരിക്കും പറയുന്നത് വഇൻ ബലഗ കുല്ലതൈനി വഹുമാ ഖംസുമിഅത്തി ലിത്രിൻ എന്നാണ് പറയേണ്ടത്. വഇൻ ബലഗ കുല്ലതൈനി വഹുമാ ഖംസുമിഅത്തി ലിത്രിൻ. പക്ഷെ അതിന് ഇടയിൽ കൊണ്ടുപോയിട്ടൊരു ജുംല, അതുകൊണ്ടാണ് ഒരു ഹൈഫൺ കൊടുത്തുണ്ടാവും. വഹുവൽ കസീർ, അതാകുന്നു കസീറായ വെള്ളം. വഇൻ ബലഗ കുല്ല രണ്ട് കുലത്തെത്തിയാൽ, പിന്നെ എത്തിയാൽ എന്താ അത് പറഞ്ഞിട്ടില്ല. അത് പറയുന്നതിനിടയിൽ എന്ത് പറഞ്ഞു? വഹുവൽ കസീർ, ഈ രണ്ട് കുല്ലത്തിലാണ് കസീർ എന്ന് പറയുക. ആ കുല്ലത്തെത്തിയാൽ അപ്പം ഇപ്പം രണ്ട് കുലത്ത് ആണ് കസീർ എന്ന് പറയേണ്ട ആവശ്യമില്ല. രണ്ട് കുലത്തെത്തിയ വെള്ളമാകുന്നു കസീറായ വെള്ളം എന്ന് പറയേണ്ട പകരം ഈ ഒറ്റ വാക്കുകൾ അവിടെ പൂർത്തിയായി. അതാണ് വഇൻ ബലഗ കുല്ലതൈനി വഹുവൽ കസീർ, അതാണ് കസീറായ വെള്ളം. അഥവാ നമ്മൾ പറഞ്ഞു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഭാഷയിലുള്ള കസീറാണ്. ഒരു നമ്മളെ ലുഗവിയായ ഭാഷാപരമായ കുറവ് കൂടുതൽ എന്നതല്ല. അതൊരു പക്ഷേ ഓരോ നാട്ടിലും ഓരോ സമയത്തൊക്കെ അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ ധാരാളം വെള്ളമുള്ള സമയത്ത് നമ്മൾ അധിക വെള്ളം എന്ന് പറയുന്നതും വെള്ളത്തിൽ ക്ഷാമമുള്ള കാലത്ത് കുറേ വെള്ളം എന്ന് പറയുന്നതും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ ഖലീൽ കസീർ എന്ന് പറയുമ്പോൾ രണ്ട് കുലത്തിൽ താഴെയാണെങ്കിൽ ഖലീൽ എന്ന് പറയും. രണ്ട് കുലത്തെത്തിക്കഴിഞ്ഞാൽ അതിന് കസീർ എന്നും പറയും. അതാണ് വഇൻ ബലഗ കുല്ലതൈനി രണ്ട് കുല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ വഹുവൽ കസീർ, അതാണല്ലോ കസീർ എന്നർത്ഥം. അതാണല്ലോ കസീർ.